നമ്മളെപ്പോഴും ഇവിടെ ഒരു ചോക്ലേറ്റ് ഷോപ്പുണ്ട്. ഇവിടെ വന്ന് എപ്പോഴും ചോക്ലേറ്റ് ഇതൊക്കെ മേടിക്കും കേട്ടോ. അപ്പം ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മളിത് 1000 രൂപ കൊടുത്ത് മേടിച്ചു. ഇത് എത്രയാണ് മോനെ? ഇതിപ്പോൾ ചെറിയൊരു പാക്കറ്റ് ഇവിടെ വന്നിരിക്കുന്നു. എന്താണ് കുനാഫ പിസ്താച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ 1000 രൂപ കൊടുത്ത് വാങ്ങി കഴിച്ച സാധനം. ചെറുത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഞാൻ വെറുതെ 1000 രൂപ പോയില്ലേ. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി ചെറുത് വാങ്ങിച്ചാൽ പോരെ. അതെ, ഇത് നല്ല മധുരം ഇഷ്ടമുള്ളവർ കഴിക്കാം. അല്ല, അങ്ങനെ ഉള്ളത് പോലെ പറഞ്ഞു. ഒരു പ്രാവശ്യം മേടിച്ച് കഴിച്ചാൽ ഇതിൻ്റെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ. സത്യം ഉള്ളതുപോലെ പറയും. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചോക്ലേറ്റ് കഴിക്കും. ആർഷാദ് ഇത് എത്തിയിട്ടുണ്ടോന്നാ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചിട്ടെടുത്താൽ മതി. ഈ ചോക്ലേറ്റ് ഷോപ്പിൽ ഗൾഫിലത്തെ എല്ലാ പ്രോഡക്റ്റുകളുണ്ട്. ഇതേക്ക് വന്നു. ഹലോ, ഇത് ഞാൻ 1000 രൂപ എടുത്ത് മേടിച്ച് കഴിച്ചില്ലേ ഒരു സാധനം? പിസ്താഷ്യൂ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ച അത് ചെറുത്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇങ്ങനെ ഇത് അന്നേ കണ്ടാണെങ്കിൽ മേടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇതിപ്പോൾ വന്നതാണ്. ഇതെന്താ ഇത് ഫ്രീ ആണോ ചോദിക്കണക്കാലത്ത്? രാച്ചി അവിടെ ജ്യൂസ് എടുക്കുകയാണ്. ഇത് നമ്മുടെ ബാങ്ക് റോഡാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്, ഗൾഫിലത്തെ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് ഇവിടെ. സൗദി കോള, അതെന്ത് കോളയടാ? സോറി, പേടിച്ചു. തെറുക്കി മോനെ വേണ്ട, കുറച്ചായിട്ട് അവന്റെ അതെടുത്ത്. ഭയങ്കര മധുര. അതേ ഇക്ക, എനിക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണക്ക. ഇത് താക്കോലിട്ട് തുറന്ന് കഴിക്കുന്ന ഒരു നട്ട്സ്. ഇതിനെന്തോ പറയുമല്ലോ, പക്ഷെ ഇത് വേറൊരു ചോക്ലേറ്റിന് ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ എന്താ റേറ്റ് അറിയാം? കിലോ 2000. ഇതിന് ഇതൊന്ന് എടുക്കോ? ഒന്നിന് എത്ര? 100 രൂപ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാച്ച്. എല്ലാവരും താക്കോലിട്ട് തുറന്ന് കഴിക്കുന്നു. താക്കോല് കിലോ 1800 രൂപ. 100 ചാവി എടുത്തു തരും. ഇതാണ് നമ്മുടെ കടയത്തിൽ ഇക്ക. ഇതെന്താണ്? സൗദി ഡേറ്റ്സ് കോള. നിങ്ങൾ അന്ന് പറഞ്ഞത് സംഭവം പഞ്ചസാര ഒന്നുമില്ല. പഞ്ചസാര ഇല്ല, മറ്റേ കെമിക്കലും ഇല്ല, മറ്റേ ഇതും കൊണ്ടുണ്ടാക്കാം. പെപ്സി പോലെ തന്നെ ഉണ്ട്. സൗദിന്റെ ആണ് സാധാ. പക്ഷേ ഷുഗർ ഇല്ല. മറ്റേ കെമിക്കലൊന്നും മറ്റേ കറക്റ്റ് പെപ്സിന്റെ ടേസ്റ്റ്, ഡേറ്റ്സിന്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. ഇതാണ് സംഭവം. ഇതാണ് ഒന്നുകൂടി മേടിക്കാം. ഡേറ്റ്സിന്റെ അല്ലേ? ഇതിനെത്ര റേറ്റ്? ഓ, നോ ആഡഡ് ഷുഗർ. ഡേറ്റ്സ് എക്സ്ട്രാക്ട് എന്താ? 120. ചെറിയ വില. നമ്മുടെ താക്കോലിട്ട് തുറക്കുന്ന സാധനം. താക്കോൽ തരും. നിൽക്കുന്നത് പല്ലൂട്ട് കടിക്കില്ലേ? താക്കോൽ തരും. താക്കോൽ എടുക്ക. താക്കോലൊന്നുമില്ല. അതോ അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവും? അങ്ങനെ പറയാം. ചിലപ്പോ ആ ബോട്ടിൽ തന്നെ ഉണ്ടാവുക. ആ ബോട്ടിൽ തന്നെ ഉണ്ടാവും. പല്ലുകൊണ്ട് കടിച്ച പല്ലിട്ട് പടി കഴിഞ്ഞു കിട്ടോ. അതെ, പല്ലുകൊണ്ട് കടിച്ച പല്ല് കൊണ്ട് തെരിക്ക. നമ്മുടെ താക്കോലൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് കത്തിരിക്കയും കൊണ്ടാണ് പൊട്ടിക്കുന്നത്. ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് ഇതാണ് ഇതിനകത്ത് വരുന്ന നട്ട്സ്. കുറച്ച് എന്ത് മെക്കഡമിയ? എന്ത് ഡാമിയ വായിൽ കൊള്ളിടില്ല.
തേങ്ങ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഒന്നുമില്ല. കോക്കനട്ടിന്റെ ടേസ്റ്റ് നിങ്ങൾ പറയും. ടേസ്റ്റ് കറക്റ്റ് തേങ്ങന്റെ ഫ്ലേവർ അല്ലേ? ആ മക്കഡമിയ മിയ. ഞാൻ എന്നാലും ഷോപ്പിന്റെ വീഡിയോ എടുത്തിട്ട് എപ്പോഴും ഇക്ക പറയും വീഡിയോ എടുത്തിരുന്നു. അതാണ് നമ്മുടെ ബാങ്ക് റോഡുള്ള ഗേൾസ് ചോക്ലേറ്റ് ഷോപ്പ്. ഇവിടെ വന്ന് ഇനി കിട്ടാത്തൊന്നും പറഞ്ഞു. അതെ, ഇവിടെ നമ്മളെല്ലാ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഈ വഴിക്ക് വരും. ഫൈൻ ഫുഡ് ഷോപ്പിന്റെ പേര് കേട്ടോ. അപ്പൊ ഇക്ക തന്നെ പറഞ്ഞോ എല്ലാരും ഈ വഴിക്ക് പോകുമ്പോ വരാൻ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വഴിക്ക് വരുന്നവരൊക്കെ ഇവിടെ വരാം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ ചോക്ലേറ്റും എല്ലാം ഗൾഫ് പ്രോഡക്റ്റ് എല്ലാം ഉണ്ട്. നല്ല പിന്നെ ഇതല്ലേ മറ്റേ ബിസ്ക്കറ്റ് മോനെ ഇതേ. ആ ഇത് റൗണ്ട് ഷേപ്പ്, നമ്മള് സ്ക്വയർ അല്ലേ നമ്മളന്ന് മേടിച്ചേ. ഇത് എന്തൊരു ലോട്ടസ് ബിസ്കോഫ്. ഇതിങ്ങനെ ഷെയ്ക്ക് അടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ക്രീം ബിസ്ക്കറ്റാ. ഇത് ക്രീം, അതെ അത് ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ്. ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇത് എന്താ പറയുക, കോക്കനട്ട് ലഡു. കറക്റ്റ് ടേസ്റ്റാണ് കോക്കനട്ടിൻ്റെ ഒരു ചോക്ലേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മധുരം അധികം കഴിക്കാത്തതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുകയാണ്. എന്നാലും കഴിക്കും, കുറച്ച് കഴിക്കും. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയാണ് ഐസ്ക്രീം ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഐസ്ക്രീം എടുക്കാനായിട്ട് പോകും. അർഷ എനിക്ക് വാനില ഐസ്ക്രീം വേണം, ചെറുത് മതി. എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ ഐസ്ക്രീം കഴിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്ന് പറയുന്നത് വാനിലയാണ്. ഇത്രയും ചൂട് സമയത്തും വലിയൊരു ഇതെടുത്തിട്ടേക്ക് നടക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ. അപ്പം നമ്മൾ ചോക്ലേറ്റും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഓക്കെ ബൈ ബൈ. അതെ പറഞ്ഞു ബൈ ബൈ ബൈ. അർഷാദ് ബൈ പറഞ്ഞില്ല. ബൈ പറയടാ, ബൈ പറയടാ. ഓക്കെ ബൈ.